സിനിമയിൽ സീമയ്ക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകെട്ട് IV ശശിയോടൊപ്പമായിരുന്നു. പക്ഷെ അത് സിനിമയിൽ മാത്രം ഒതുങ്ങിയില്ല. 80-ൽ വിവാഹിതരായ അവർ ദീർഘമായ ദാമ്പത്യ ജീവിതം നയിച്ചു. അവർക്ക് 2 മക്കൾ. അനുമിലൻ നടിയായി പ്രവർത്തിക്കുന്നു. അനി ശശി സംവിധായകനാണ്. അങ്ങനെ സിനിമ അവരുടെ കുടുംബ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തുടർന്നു. IV ശശിയുടെ സിനിമാ യാത്രയിലെ ഉയർച്ചകളും മാറ്റങ്ങളും കുടുംബജീവിതത്തിലെ സന്തോഷങ്ങളും പ്രതിസന്ധികളും എല്ലാം സീമ അതിനോടെല്ലാം ഒപ്പം ഉണ്ടായിരുന്നു. 2017 ഒക്ടോബറിൽ IV ശശി അന്തരിച്ചു. 37 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഒരു സംവിധായകനെ നഷ്ടപ്പെട്ടതിലുപരി സീമയ്ക്ക് യഥാർത്ഥത്തിൽ വ്യക്തിപരമായ നഷ്ടം അവളുടെ ഒരു കൂട്ടാളിയാണ് നഷ്ടപ്പെട്ടത്. സിനിമയിൽ നിന്ന് പതുക്കെ അകന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് വർഷത്തിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്ന സീമ പതുക്കെ സിനിമയിൽ നിന്ന് മാറി നിന്ന് തുടങ്ങി. പക്ഷെ അതിനെ ഒരു അവസാനം എന്ന് വിളിക്കാനാകില്ല. കാരണം സീമയുടെ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ഇതിനകം തന്നെ സ്വന്തം സ്ഥാനം നേടിയിരുന്നു. സിനിമയിൽ പല നായികമാരും വരും. ചിലർ കുറച്ചു കാലം മാത്രം തിളങ്ങും, ചിലർ പതിറ്റാണ്ടുകൾ കഴിഞ്ഞും ഓർമ്മിക്കപ്പെടും. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.